പിന്നെ ഇതിൻ്റെ ഇടയിൽ നമുക്കറിയാം ജോയിയുമായിട്ട് ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. നമുക്കറിയാം കേരളത്തിലെ 90% സഹകരണ ബാങ്കുകളും ഇന്ന് കൈകാര്യം ചെയ്യുന്നത് CPM ആണ്. എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. വലിയ അഴിമതിയാണ് ആ മേഖലയിൽ നടക്കുന്നത്, വലിയ അഴിമതി. ആ അഴിമതി തിരുവനന്തപുരം ജില്ലയിലെ ബാങ്കുകളിലുണ്ട്, നിങ്ങൾ കാണുന്നതാണ്. ഞാൻ നേതൃത്വം കൊടുത്ത മംഗലാപുരം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ബാങ്കുകളിലുണ്ട്. നേതാക്കൾ ലക്ഷക്കണക്കിന് രൂപ ലോൺ എടുത്തിട്ടുണ്ട്, അത് തിരിച്ചടയ്ക്കുന്നില്ല. അത് തിരിച്ചടയ്ക്കണമെന്ന വ്യക്തമായ ഒരു തീരുമാനം എടുത്ത ഒരു ഏരിയ സെക്രട്ടറിയാണ് ഞാൻ. എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പാക്കുന്ന ഒരു ഏരിയ സെക്രട്ടറി ആയിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് കഴിഞ്ഞു പോയിട്ടുള്ളത്. ആ തീരുമാനങ്ങളെല്ലാം ജോയിക്ക് എതിർപ്പായിരുന്നു. അപ്പം അഴിമതിക്ക് കൂട്ടുനിൽക്കുക, നുണ കേൾക്കുക, വിഭാഗീയ പ്രവർത്തനം നടത്തുക, ഇതാണ് ജോയിയുടെ ഒരു മുതൽക്കൂട്ടൽ. എനിക്ക് മുകളിൽ ആരും വളർന്നൂടാ. മംഗലാപുരം ഏരിയ കമ്മിറ്റിയിൽ എനിക്ക് മുകളിൽ ആരും വളർന്നൂടാ. അപ്പം സഹകരണ മേഖലയിൽ എടുത്തിട്ടുള്ള അഴിമതിയെക്കുറിച്ച് എനിക്ക് വ്യക്തമായ തീരുമാനം ഉണ്ടായിരുന്നു. ആ പ്രദേശത്ത് ഒരു ബാങ്കുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു ഭരണസമിതി അഴിമതിക്ക് കൂട്ടുനിൽക്കാത്ത ഒരു ഭരണസമിതിയായിരുന്നു. അവിടെ ഒരു തെരഞ്ഞെടുപ്പ് വന്നു. നിങ്ങൾ ചിലരെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അഴിമതിക്ക് കൂട്ടുനിൽക്കാത്ത ഒരു ഭരണസമിതിയെ മാറ്റി നിർത്തി അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന ഒരു ഭരണസമിതിയെ കൊണ്ടുവന്ന ഒരു ജില്ലാ സെക്രട്ടറിയാണ് ജോയി എന്ന് പറയുന്നത്. വലിയ അഴിമതിയല്ലേ ആ സഹകരണ മേഖലയിൽ നടക്കുന്ന? ഒരു പരിശോധന നടത്തണ്ടേ? കേരളത്തിലെ സഹകരണ ബാങ്കുകൾ, തിരുവനന്തപുരം ജില്ലയിലെ സഹകരണ ബാങ്കുകൾ, ഇതിനെല്ലാം എതിരായി ഒരുപാട് പാർട്ടി പ്രവർത്തകർ എന്നോടൊപ്പം വരാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. പാർട്ടി നേതാക്കൾ എന്നോടൊപ്പം വരാനായിട്ട് നിൽക്കുന്നുണ്ട്. ഇതെല്ലാം വരുന്ന കാലഘട്ടത്തിൽ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. വരാൻ പോകുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിൽ വലിയ മാറ്റം വരാനായിട്ട് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് കേരളത്തിൽ വളർച്ചയുള്ള ഒരു പാർട്ടി BJP ആണ്, ഒരു സംശയമില്ല. ആ പാർട്ടിയെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നതിന് എല്ലാ വിധത്തിലും ഞാൻ നിൽക്കുമെന്നാണ് എനിക്ക് നിങ്ങളോട് ചെറിയ രീതിയിൽ പറയാനുള്ളത്. ഞാൻ പിരിച്ചിട്ടില്ല. പ്രവർത്തകർ 3 ലക്ഷം രൂപയോളം പിരിച്ചതായി തന്നുവെന്നും നിങ്ങൾ മറ്റൊരു വ്യവസായികളിൽ നിന്ന് പൈസ പണം കൈപ്പറ്റിയിട്ടുണ്ടെന്നാണ് CPM പറയുന്നത്. അങ്ങനെയൊന്നും ഉണ്ടായിട്ട് പോലും അല്ല. ഇതൊക്കെ അങ്ങനെ പറയുമ്പോൾ എന്തെങ്കിലും തെളിവ് വേണമല്ലോ. ഏതെങ്കിലും വ്യവസായിയിൽ നിന്ന് പൈസ പിരിച്ചിട്ടുണ്ടെന്ന് അവർ പറയുമ്പോൾ ആ വ്യവസായി വെറുതെ എനിക്ക് കൊണ്ട് തരുമോ? അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഞാൻ റെസീറ്റ് കൊടുത്തു, എൻ്റെ കൈപ്പടയിൽ എഴുതി ആരെങ്കിലും പൈസ തന്നിട്ടുണ്ടെങ്കിൽ മംഗലപുരം ഏരിയയിലെ ഏത് മുതലാളിക്കും പറയാം, ഏത് വ്യവസായിക്കും പറയാം. ഞാൻ നേരിട്ട് പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ പറയാം. അവിടെ ഒരു സംഘാടക സമിതി എടുത്തു, അതിലൊരു ചെയർമാനുണ്ട്, അതിലൊരു കൺവീനറുണ്ട്. ആ കൺവീനറാണ് പൈസ പിരിച്ചിട്ടുള്ളത്. അല്ലാതെ 1 രൂപ പോലും ഞാൻ എൻ്റെ കൈപ്പടപ്പിൽ പൈസ മേടിക്കാൻ റെസീറ്റ് കൊടുക്കണം. ഞാൻ ആരെങ്കിലും റെസീറ്റ് കൊടുക്കാതെ പൈസ മേടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാൻ പറ്റുന്നില്ല. പക്ഷേ ഏത് വ്യവസായിയുടെ കയ്യിൽ നിന്നും പൈസ ഞാൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തെളിയിക്കാം. അവിടെ ഇപ്പോൾ പരാതി പറയുന്ന പാർട്ടിക്ക് തെളിയിക്കാം. അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ ഏത് മാനദണ്ഡത്തിലാണ് ഇവരിത് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, അതൊക്കെ നിങ്ങൾക്ക് തിരക്കാം. പാർട്ടി നേതാക്കൾ പല ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്. ലോൺ എടുത്താൽ തിരിച്ചടയ്ക്കുന്നില്ല. ലോൺ എടുത്തവർ തിരിച്ചടയ്ക്കുന്നില്ല. അങ്ങനെ നിരവധി നേതാക്കൾ മംഗലപുരം ഏരിയയിലുണ്ട്, ചിറയൻകീഴ് ഏരിയയിലുണ്ട്. ഒരു പരിശോധന നടത്തിയാൽ ചിറയൻകീഴ് സഹകരണ ബാങ്ക് ഒന്ന് പരിശോധിക്കണം. ചിറയൻകീഴ് സഹകരണ ബാങ്ക് പരിശോധിക്കണം. അവിടെ ഒരു അന്വേഷണം നടത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ അല്ലെങ്കിൽ ചിറയൻകീഴ് പാർലമെൻറ്റ് മണ്ഡലത്തിലെ പല സഹകരണ ബാങ്കുകളിലും വലിയ അഴിമതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തിരിച്ചടവ് കൊടുക്കുന്നില്ല. അതിന് ശക്തമായ എടുത്ത ഒരാളാണ് ഞാൻ. അതിന് കൂട്ടുനിന്ന ഒരു നേതാവാണ് ഇന്നത്തെ ജില്ലാ സെക്രട്ടറി ജോയി. ആളുടെ പൈസ എടുത്ത് തിരിച്ചടയ്ക്കണ്ടേ? അല്ല, മുൻകൂർ ജാമ്യത്തിന് കൊടുത്തിട്ടുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. അല്ല, ജില്ലാ കോടതി, സെഷൻ കോടതി. സെഷൻ കോടതി കിട്ടിയില്ലെങ്കിൽ അത് ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടി വരും. ആരോപണം പറയുമ്പോൾ തെളിയിക്കാനുള്ള ഒരു ബാധ്യതയോടെ ഈ ആരോപണം പറയുന്നവർക്ക് ഉണ്ടല്ലോ.
ഇല്ല, അത് ഇന്ന് കേരളം ഭരിക്കുന്ന പാർട്ടിയല്ലേ അവർ. ഒരു കാരണം അതുകൊണ്ടാണല്ലോ അവർ കേസെടുത്തത്. ഇന്ന് പല പോലീസ് ഓഫീസർമാർ ഇന്ന് രാവിലെ എന്നെ വിളിച്ചു. ഹൈക്കോടതിയിൽ കൊടുത്താൽ ഘോഷ് ചെയ്ത് കളയാൻ പറ്റിയ കേസാണിത്. എന്ത് മാനദണ്ഡത്തിലാണ് അവർ കേസെടുത്തത്? എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ കേസെടുത്തത്? അപ്പോൾ അവർ കേസെടുക്കണം, എന്നെ മാനസികമായി തകർക്കണം, എന്നെ ഒരു ദിവസമെങ്കിലും അകത്തിരുത്തണം. അതല്ല ഇവർ ഉദ്ദേശിച്ചു. അല്ലെങ്കിൽ എന്തെങ്കിലും തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ലേ കേസ് കൊടുക്കേണ്ടത്? ജില്ലാ കോടതിയിൽ. അല്ല, നിയമപരമായി നേരിടുമ്പോഴത്തേക്ക് എനിക്കും ഒരു പ്രസ്ഥാനം ഉണ്ടല്ലോ ഇപ്പോൾ ഇന്നിവിടെ നിലവിൽ. ഇന്നും BJP ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയല്ലേ? ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു പാർട്ടിയല്ലേ? ആ പ്രസ്ഥാനത്തിനോടൊപ്പമല്ലേ ഞാൻ നിൽക്കുന്നത്. അവർ നേരിടട്ടെ.